സജീവൻ, നോക്കൂ, ഈ നേരത്തെ ശബരിനാഥൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ CPM-ഉം CPI-യും കളത്തിലിറക്കിയത് ചെറിയ കക്ഷികളല്ലല്ലോ, വലിയ നേതാക്കളാണ്. സിറ്റിംഗ് ആയിരുന്ന 5 MP-മാരെ ഇറക്കുന്നു, MLA-മാരെ ഇറക്കുന്നു, 2 മന്ത്രിമാരെ ഇറക്കുന്നു. അപ്പോൾ മുതിർന്ന നേതാക്കളെ തന്നെയാണ് 2019-ലും കളത്തിലിറക്കിയത്. പക്ഷേ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു തരിയെ മാത്രമേ, ഒരു കനലിനെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത്തവണ ഇറക്കിയിരിക്കുന്നവരും 2019-ലെ CPM-ന്റെ സ്ഥാനാർത്ഥികളും തമ്മിൽ, അല്ലെങ്കിൽ CPI-യിലെ സ്ഥാനാർത്ഥികളും തമ്മിൽ തുലനപ്പെടുത്തിയാൽ മുൻപുണ്ടായിരുന്നതും വലിയ കുറവുള്ള മനുഷ്യരല്ല. അതുകൊണ്ട് ആ രീതിയിൽ കരുത്തരെന്ന് പറയുന്നത് എന്തിനാണ്? മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ലേ നേടാൻ പോകുന്നത്? കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ അത് കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെയുള്ള ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ വിധിയായിരിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. എന്താണ് മറുപടി? കരുത്തരെന്ന് പറയുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള കരുത്തോ അല്ലെങ്കിൽ അവരുടെ പരിചയസമ്പന്നതയോ ഒന്നുമല്ല. വിന്നബിലിറ്റിയാണ് പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ തവണ മത്സരിച്ച ആളുകളൊക്കെ മോശക്കാരാണ് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ മത്സരിച്ചാലാണോ മറ്റാരെങ്കിലും മത്സരിച്ചാലാണോ വിജയസാധ്യത ഉണ്ടാവുക? കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വരവ്, ഈ ഇവിടെ ശബരിമലയിലെ പ്രശ്നങ്ങൾ, സർക്കാരിനെതിരെയുള്ള കുറേ ആരോപണങ്ങളും പ്രശ്നങ്ങളും, മുഖ്യമന്ത്രിക്കെതിരെ വരെയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള സാഹചര്യത്തിൽ ആണ് ഈ പരാജയം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിന് വ്യത്യസ്തമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതേ സമയത്ത് അതിനേക്കാൾ കുറേ കൂടി സാധ്യതയുള്ള, ഇപ്പോൾ നമ്മൾ പല മണ്ഡലങ്ങൾ നോക്കിയാൽ അറിയാം. നേരത്തെ ഇവിടെ രമ്യ ഹരിദാസ് വിജയിച്ച ഈ ആലത്തൂരിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആലത്തൂർ. അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ തീരുമാനിച്ചിട്ടുള്ള രാധാകൃഷ്ണനെയാണ്. കാരണം അദ്ദേഹത്തിന് അവിടെയുള്ള ജനകീയത അത് ആരേക്കാൾ മറ്റ് ഏത് നേതാവ് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ജനകീയതയുള്ള ഒരാളാണ്, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്തുക. അത് കരുത്തിനേക്കാൾ കൂടുതൽ വിന്നബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ജനസ്വാധീനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ ഇവിടെ LDF നിർത്തിയുള്ള CPM നിർത്തിയുള്ള പ്രത്യേകിച്ചും അവർ ഈ ഓരോ സാധ്യതയും നോക്കി. ഇപ്പോൾ നേരത്തെ ശബരിനാഥ് ചോദിച്ച് ശ്രീമതി ടീച്ചർ മോശമാണോ എന്നാണ്. പക്ഷേ ശ്രീമതി ടീച്ചറുടെ പാർലമെൻറ്റിലെ പ്രകടനത്തെക്കുറിച്ച് വലിയ ഒരു അഭിപ്രായമൊന്നും CPM-കാർക്ക് പോലും ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് കുറേ കൂടി സാധ്യതയുള്ള ഒരാളെ നിർത്താൻ അവർ നോക്കുന്നത്. അതോടൊപ്പം വടകരയിൽ അവിടെ ആളുകൾക്ക് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരാളുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ CPM-ൽ ഇപ്പോൾ അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് ഏതാണ്ട് വടകരയുമായിട്ട് ബന്ധപ്പെട്ട വടകരയും കണ്ണൂരൊക്കെ വളരെയധികം സ്വാധീനമുള്ള നേതാവാണ് ശൈലജ ടീച്ചർ. അങ്ങനെയുള്ള ഓരോരുത്തരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് LDF-ന്റെ ഒരു മേൽക്കൈയായിട്ട് നമ്മുടെ ഇവിടെ കാണേണ്ടത്. LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ 3 സ്ത്രീകളെയാണ് നമുക്കതിൽ കാണാൻ കഴിയുക. അതിൽ ആനി രാജ എത്തുന്നു, വയനാട്ടിൽ വിന്നബിലിറ്റി തീരെ കുറവുള്ള മണ്ഡലം. മറ്റൊന്ന് KJ ഷൈനാണ്, എറണാകുളത്ത് വിന്നബിലിറ്റി ഏറ്റവും കുറവുള്ള മണ്ഡലം. പിന്നെ ആകെ വിന്നബിലിറ്റി കൂടുതലുള്ളത് വടകരയിൽ മാത്രമാണ്. തത്വത്തിൽ 20-ൽ 3 പേരെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എത്ര ശതമാനമാണെന്ന് നോക്കൂ, വളരെ കുറവ് ശതമാനം. അതേസമയം കേന്ദ്രത്തിൽ BJP അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 33% സംവരണം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാരീശക്തിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രിക്ക്. അപ്പോൾ ഇനി സ്ത്രീപക്ഷ കേരളം എന്നുള്ളൊരു ബാനർ തൽക്കാലം ഈ പട്ടികയിൽ നിന്ന് മാറ്റേണ്ടി വരുമോ? ചുരുങ്ങിയ പക്ഷം ഇടതുമുന്നണിക്കെങ്കിലും. തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സ്ഥിതി ഇതാണ്. UDF-നാണെങ്കിലും LDF-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ലീഗിനാണെങ്കിലും CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും ഒക്കെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ സ്ത്രീകളെ നിർത്തുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ടുണ്ടാവില്ല. പിന്നെ നിയമം വരുമ്പോൾ, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ മാത്രമാണല്ലോ അവിടെ സ്ത്രീകൾ വെക്കുന്നത്. അത് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ 50, 60, 60, 70% സ്ത്രീകളെ വെച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. ഇത്തവണയും ഇങ്ങനെയൊക്കെ ഈ പാർലമെൻറ്റിൽ ഇങ്ങനൊരു ബില്ല് വരുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ സാധ്യത മുന്നിൽ കണ്ട് ഞങ്ങളിത് ഇത്രയധികം സ്ത്രീകളെ വെക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്താൻ അവിടെ ഒരു പാർട്ടികളും തയ്യാറല്ല. Debate with Arun Kumar.